സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. കേരളത്തിൽ പനി പടർന്നു പിടിക്കുകയാണ്. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, എലിപ്പനി, തക്കാളിപ്പനി, കുരങ്ങുപനി ഇങ്ങനെ വിവിധ പേരുകളിൽ പനി വർദ്ധിക്കുമ്പോൾ ജനങ്ങൾക്കെല്ലാം ഒരാശങ്കയുണ്ടാകും. പനിയെ പേടിക്കേണ്ടതുണ്ടോ? ഇതിന് എന്ത് മുൻകരുതലുകളാണ് എടുക്കേണ്ടത്? പകർച്ചപ്പനികൾക്ക് എന്ത് മുൻകരുതലുകളാണ് എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ എസ് ശ്രീനാഥാണ്. സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. പനി എന്ന് പറയുമ്പോൾ ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. സ്വാഭാവികമായും സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം പനി ഒരു അസുഖമാണ്. എന്നാൽ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു പനി അസുഖമാണോ അതോ രോഗലക്ഷണമാണോ? നമ്മൾ എല്ലാ വർഷത്തെയും പോലെ മഴക്കാലം വരവായി, പനിക്കാലം വരവായി. അതിൽ ആൾക്കാരെല്ലാം വളരെ ഈ പനി വരുന്നതിനെക്കുറിച്ച് വളരെ പേടിച്ച് എന്ത് പനിയാണെന്ന് പോലും അറിയാത്തൊരു ഒരു അവസ്ഥയിലാണ്. ആദ്യമായി പറയട്ടെ, പനി എന്നുള്ളത് ഒരു രോഗലക്ഷണമാണ്. അത് പലതരം ബാക്ടീരിയ കൊണ്ടുണ്ടാവാം, വൈറസ് മൂലമുള്ള പനിയാം, സാധാരണ കാണുന്ന ഫംഗസ് മൂലമുള്ള പനിയാം, പിന്നെ കൂടുതലായി ക്യാൻസർ വരെയുള്ള അസുഖങ്ങളുടെ രോഗലക്ഷണമാണ് പനി. അതുകൊണ്ട് പനി എന്നുള്ളത് എപ്പോഴും അതിനെ എന്ത് തരം പനിയാണെന്ന് കണ്ടുപിടിക്കുകയും അത് ചികിത്സിക്കുകയും ചെയ്യേണ്ട വളരെ ആവശ്യമാണ്. കാരണം പലരുടെയും ഒരു പോളിസിയുണ്ട്, പനി വരുന്ന ഉടനെ മെഡിക്കൽ ഷോപ്പിൽ ഇപ്പോൾ 2 ഗുളിക വാങ്ങിച്ച് കഴിക്കുക എന്നുള്ളത്. അത് ഏറ്റവും തെറ്റായ പ്രവണതയാണ്. കാരണം ഈ എലിപ്പനി അല്ലെങ്കിൽ സ്ക്രബ് ടൈഫസ് ഇങ്ങനെയുള്ള ചില പനികളെയൊക്കെ ആദ്യമേ കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ അതിന് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് താമസിച്ച് ചികിത്സ എടുക്കുന്നതും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ കൂടുതലായിട്ട് വരുന്നത്, അതുകൊണ്ടാണ് പല മരണങ്ങളും ഉണ്ടാകുന്നതെന്ന് തന്നെ പറയാം. അതുകൊണ്ട് പനി എന്ന് പറയുന്നത് ഒരു രോഗലക്ഷണമാണ്. അണ്ടർലൈങ് ആയിട്ട് അസുഖം കാണും. എപ്പോഴും അതേക്കുറിച്ച് വേണം നമ്മൾ ചിന്തിക്കാനായിട്ടുള്ളത്. ഡോക്ടർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആമുഖമായി പറഞ്ഞത്. പനിയുള്ള ഒരാൾ സ്വയമായി ചികിത്സിക്കുവാൻ പാടില്ല. എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് വ്യാപകമായി തന്നെ പനി വരുന്നവർ സ്വയം ചികിത്സ, പാരാസെറ്റമോൾ അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ പോയി പറഞ്ഞ് അവിടുന്ന് കിട്ടുന്ന ചില മരുന്നുകൾ ഉപയോഗിച്ച് പനിയെ നേരിടാമെന്നുള്ള ഒരു രീതി അവലംബിച്ച് വരുന്നുണ്ട്. അത് എന്തുമാത്രം ദോഷകരമാണ്? അത് ഏറ്റവും ദോഷകരമായ ഒരു പ്രവണതയാണ്. കാരണം നമ്മൾ OPയിൽ വരുന്ന പല രോഗികളും നമ്മൾ ചോദിക്കും, ഇതിനു മുമ്പ് മരുന്ന് കഴിച്ചിട്ടുണ്ടോ? ഉണ്ട്. എവിടെ നിന്നാക്കി? ഡോക്ടറെ കണ്ടോ? ഇല്ല. എവിടെ പോയി? അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങിച്ചു. എന്ത് മരുന്ന്? അറിഞ്ഞുകൂടാ. പലരും അതിൻ്റെ മരുന്നിൻ്റെ സൈഡ് എഫക്ട്സ് ആയിട്ട് തന്നെ വരുന്നവരുണ്ട്. പക്ഷേ ഈ പനി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മാരക രോഗത്തിൻ്റെ തുടക്കമായിരിക്കാം, അല്ലെങ്കിൽ എലിപ്പനി മുതലുള്ള ഒരു പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന രോഗത്തിൻ്റെ തുടക്കമായിരിക്കാം. അതെല്ലാമാണ് നമ്മൾ മിസ് ചെയ്യുന്നത്. കാരണം ഒരു ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ ആ വ്യക്തിയെ പരിശോധിക്കുമ്പോഴത്തേക്ക് ഇതിൽ ഏത് തരം പനിയാണെന്ന് കണ്ടുപിടിക്കാനും ചികിത്സ നേരത്തെ തന്നെ തുടങ്ങാനും അത് തുടരാനും പറ്റും. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം പലതരം പനികൾ ഹൃദയത്തെ ബാധിക്കാം, തലച്ചോറിനെ ബാധിക്കാം, കരളിനെ ബാധിക്കാം, അങ്ങനെ മരണം സംഭവിക്കുന്നുണ്ട്. അതൊക്കെ തടയാൻ പറ്റുന്ന ഒരവസ്ഥയാണ്. പനി വന്നാൽ പോലും ചിലപ്പോഴിങ്ങനെ ഉണ്ടാവാം, പക്ഷേ ഇങ്ങനെയുള്ള മരണങ്ങൾ ഒഴിവാക്കാനായിട്ട് അതുകൊണ്ട് ഒരു അഭ്യർത്ഥനയാണുള്ളത്. പനി കണ്ടാൽ സ്വയം ചികിത്സിക്കരുത്. എപ്പോഴും ഒരു ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മാത്രം മരുന്ന് കഴിക്കുക. പനി വന്നാൽ രോഗികൾ ഡോക്ടറെ അടുത്തെത്തും. ഇപ്പോൾ പൊതുവെ പറയുന്നത്, പഴയ ആൾക്കാർ, കുറച്ച് പ്രായമായവർ പറയുന്നത്, മുമ്പൊക്കെ തന്നെ ഡോക്ടറെ കാണാൻ ചെന്നാൽ ഡോക്ടർ പരിശോധിച്ച് പനി നിർണ്ണയിച്ച് അതിനുള്ള മരുന്ന് കൊടുക്കുമായിരുന്നു. ഇപ്പോൾ കുറേ ടെസ്റ്റുകൾ അങ്ങ് എഴുതുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ടെസ്റ്റുകൾ ചെയ്യാൻ ചിലപ്പോൾ സർക്കാർ ആശുപത്രിയിൽ വരുന്നവർക്ക് അവിടെ സൗകര്യങ്ങളുണ്ടാകും. പക്ഷേ മറ്റ് നല്ലൊരു വിഭാഗം ആളുകൾ പ്രൈവറ്റ് ആശുപത്രികളെയും ആശ്രയിക്കുന്നുണ്ട്. ഇത്രയേറെ സങ്കീർണമായ പരിശോധനകളുടെ ആവശ്യം എല്ലാ പനികൾക്കും ഉണ്ടോ? ഇല്ല. എല്ലാ പനികൾക്കും ആദ്യമായി ഇത്രയും വലിയ ടെസ്റ്റുകൾ സാർ ചോദിച്ചത് വലിയൊരു കാര്യമാണ്. രോഗിയെ വ്യക്തമായി ഒരു പരിശോധനയാണ്. ബ്ലഡ് പ്രഷർ, പൾസ് റേറ്റ് മുതൽ രോഗിയെ വ്യക്തമായി പരിശോധിക്കുക എന്നുള്ളതാണ്. പിന്നെ പനിയുടെ വിവിധ രോഗലക്ഷണങ്ങൾ വെച്ചിട്ട് അത് ഏത് തരം പനിയാണെന്ന് മിക്കവാറും കണ്ടുപിടിക്കാൻ തന്നെ പറ്റും. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഡെങ്കിപ്പനി, എലിപ്പനിക്ക് ഒരു പ്രത്യേക രോഗലക്ഷണമുണ്ട്, സ്ക്രബ് ടൈഫസിനുണ്ട്, മലേറിയയ്ക്ക് പ്രത്യേക ലക്ഷണമുണ്ട്. അപ്പോൾ അതിൽ ഒരു ദിവസം പനിയുണ്ടെന്ന് വെച്ചാൽ എല്ലാ ടെസ്റ്റുകളും ഒരുമിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. പലപ്പോഴും ഈ ടെസ്റ്റുകളൊക്കെ പോസിറ്റീവ് ആവാനായിട്ട് സമയം, അതിനൊക്കെ ഓരോ ടെസ്റ്റിന് ഇപ്പോൾ NS1 എന്ന ടെസ്റ്റ് ചെയ്യാൻ പോസിറ്റീവ് ആവാൻ സമയമുണ്ട്, അല്ലെങ്കിൽ IgM ലെപ്റ്റോ അല്ലെങ്കിൽ ഡെങ്കു ചെയ്യാനായിട്ട് സമയമുണ്ട്. അതൊക്കെ
അതിന് സമയമുണ്ട്. ആ സമയത്ത് ചെയ്താൽ മാത്രമേ അത് പോസിറ്റീവ് ആകത്തുള്ളൂ. ഇപ്പോൾ ഒരു പാക്കേജ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. കാരണം അപ്പോൾ അത് രോഗിക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നതിനേക്കാളേറെ പലപ്പോഴും അത് നെഗറ്റീവ് ആയിരിക്കും. അത് നെഗറ്റീവ് ആവുന്നത് രോഗമില്ലാത്തത് കൊണ്ടല്ല, അത് പോസിറ്റീവ് ആവാനുള്ള സമയം ആകാത്തത് കൊണ്ടുമാണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അത് ഒരു നല്ലൊരു ഫിസിഷ്യൻ എന്ന് വെച്ചാൽ അത് എല്ലാ ടെസ്റ്റുകളും ആവശ്യമില്ല. രോഗിയെ വ്യക്തമായി പരിശോധിക്കുകയും രോഗിക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യത ഉണ്ടോ എന്ന് നോക്കുകയും ആണ് വേണ്ടത്. പക്ഷേ നമുക്ക് അതിനൊരു വ്യത്യസ്തമായിട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഡെങ്കി ഫീവർ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കുറേ പേർക്ക് ഡെങ്കി പനി വന്നിട്ടുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് നമുക്ക് വ്യക്തമായി പറയാം, ഇനി ഒരു രോഗിക്ക് കോംപ്ലിക്കേഷൻ വരുന്നുണ്ടോ, ഈ രോഗിയെ കൂടുതൽ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഈ രോഗിക്ക് പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് പറയാറുണ്ട്. പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ അങ്ങനെ പറയാൻ പറ്റുന്നില്ല. കാരണം ഏത് രോഗിയും ഒരു കോംപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാം. പക്ഷേ എങ്കിലും കാരണം ടെസ്റ്റുകൾ ആവശ്യമായ ടെസ്റ്റുകൾ ചെയ്യണം. പ്രത്യേകിച്ച് പ്ലേറ്റിൽ കൗണ്ട് നോക്കണം, ഹീമോഗ്ലോബിൻ നോക്കണം, അതിൻ്റെ പാക്സൽ ഹീമറ്റോക്രിറ്റ് നോക്കണം, ലിവർ ഫംഗ്ഷൻ നോക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതായത് ശരീരത്തിലെ ആന്തരിക അവയവങ്ങളെ പ്രവർത്തനത്തെ ഇത് എത്രമാത്രം ബാധിച്ചു എന്നുള്ള അറിയാനുള്ള ടെസ്റ്റുകൾ വേണം. അതേസമയം അത് ഏത് തരം പനിയാണെന്ന് കണ്ടുപിടിക്കും. പക്ഷേ ടെസ്റ്റുകളെ അടിസ്ഥാനപ്പെടുത്തിയല്ല പലപ്പോഴും ചികിത്സ കൊടുക്കുന്നത്. അല്ലാതെ തന്നെ നമുക്ക് ക്ലിനിക്കലി സംശയം ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ ചികിത്സ കൊടുക്കേണ്ടതാണ്. കാരണം ഈ റിസൾട്ടുകൾ വന്നിട്ട് ഞാൻ ചികിത്സിക്കാമെന്ന് ഉള്ള നിലപാടെടുക്കുന്നത് നല്ലതല്ല. പലപ്പോഴും ടെസ്റ്റുകൾ പോസിറ്റീവായിട്ട് വരാനായിട്ട് സമയം എടുക്കും. അതുവരെ വെയിറ്റ് ചെയ്തെടുക്കാൻ രോഗിക്ക് പല അപകടങ്ങളും സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ആശുപത്രികളിൽ എത്തുന്നത് ഡെങ്കിപ്പനി പഠിച്ചിട്ടാണ്. അപ്പോൾ ഈ ഡെങ്കിപ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിന് പ്രത്യേകമായ ചില രോഗലക്ഷണങ്ങളുണ്ട്. ഇപ്പോൾ ശരിക്കും രോഗികൾ സ്വയം നിർണ്ണയിക്കുന്നത് ശരിയല്ല എങ്കിലും അവർക്ക് രോഗലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം. അപ്പോൾ ഈ ഡെങ്കിപ്പനി ഉണ്ടാകുന്നവർക്കുള്ള പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ എന്താണ്? അതെ, നമുക്കിപ്പം പ്രധാനമായിട്ടും കാണുന്നത് ഡെങ്കിപ്പനിയാണ് മഴക്കാലം കഴിഞ്ഞ് കാണുന്നത്. കാരണം ഈ കൊതുക് ഏഡിസ് മൊസ്കിറ്റോ മുട്ടയിടുന്നത് ഫ്രഷ് വാട്ടറിലാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴേ ആ ഒരു ബ്രീഡിംഗ് പാറ്റേൺ തന്നെ ചിലപ്പോൾ മാറി വരുന്നു എന്നൊരു സംശയമുണ്ട്. പക്ഷേ ഇതിനെല്ലാം ഈ വക പനികൾക്ക് ഇപ്പം ഡെങ്കിപ്പനിയുണ്ട്, H1N1 ഉണ്ട്, അത് നമ്മുടെ സ്വൈൻ ഫ്ലൂ എന്ന് പറയുന്ന പനിയുണ്ട്, മലേറിയ ഉണ്ട്, എലിപ്പനിയുണ്ട്. മിക്കവാറും പനികൾക്കെല്ലാം ഏകദേശം ഒരേ രോഗലക്ഷണങ്ങളാണ്. അതാണ് എൻ്റെ പ്രധാനം. പക്ഷേ അതിനെ വ്യത്യാസപ്പെടുത്തുന്ന കുറേ രോഗലക്ഷണങ്ങളുണ്ട്. ഇപ്പം ഡെങ്കിപ്പനിയിൽ കൊതുക് കടിച്ചു കഴിഞ്ഞാൽ തന്നെ 3 തൊട്ട് 5-7 ദിവസത്തിനകം പനി വരാം. പനി വന്നു കഴിഞ്ഞാൽ വളരെ ഹൈ ഗ്രേഡ് ഫീവറാണ്. നമ്മൾ ഇവിടെ ഇവിടായിട്ട് തലവേദന വരിക, ദേഹം വേദന, ജോയിൻറ്റ് പെയിൻ ആയിട്ട് വരിക. ജോയിൻറ്റ് പെയിൻ കഴിഞ്ഞ കൊല്ലങ്ങളിലൊക്കെ ചിക്കൻഗുനിയ ഫീവറായിട്ട് വന്നു. വളരെ അതാണ് നമ്മൾ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കോൾ ഉണ്ട്. ഓക്കെ. ഹലോ 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 കേൾക്കാമോ? ഹലോ ഡോക്ടർ അല്ലേ? അതെ, പേര് പറയാമോ? പേര് രാഹുൽ, പത്തനംതിട്ടയെന്ന് വിളിക്കുന്നു. രാഹുൽ ചോദിച്ചോളൂ. ഡോക്ടർ, എനിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പനി വരുന്നുണ്ട്. 20 വയസ്സുള്ള എനിക്ക് 4 വർഷം മുമ്പ് എന്റെ ആക്സിഡന്റ് ഉണ്ടായി കാലൊടിഞ്ഞു. അപ്പൊ അതിനുശേഷമാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പനി ഉണ്ടാകുന്നത്. അപ്പൊ അതിന്റെ എന്തെങ്കിലും പ്രോബ്ലം ആണോ? ഇടയ്ക്കിടയ്ക്ക് രാഹുൽ, ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നത് എത്ര ഫ്രീക്വന്റ് ആയിട്ട് വരുന്നു? വലിയ ഇതായിട്ട് വരുന്നില്ല. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ജലദോഷ പനി ഉണ്ടാവാം. 2-3 ആഴ്ച കൂടി ഇരിക്കുമ്പോ ഇങ്ങനെ പനി വന്നുകൊണ്ടേ ഇരിക്കും. പിന്നെ ആവി പിടിക്കുമ്പോ അങ്ങ് പോകും. ഹോസ്പിറ്റലിൽ പോയി പാരസിറ്റമോൾ കഴിച്ചപ്പോ കുറച്ച് കുറവുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ജലദോഷം വരുന്നുണ്ട്. അത് സാധാരണ നമ്മൾ കാണുന്ന ജലദോഷ പനി മാത്രമാണ്. അതിനുശേഷമാണ് ഇങ്ങനെ ആക്സിഡന്റിന് ശേഷമാണ് ഇങ്ങനെ പനി വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഭയങ്കര ക്ഷീണിക്കുന്നു. രാഹുൽ, അതുമായിട്ട് ബന്ധമില്ല. ഈ ജലദോഷം വരുന്നത് കാലാവസ്ഥാ വ്യതിയാനം വരുമ്പോഴോ ഒക്കെ നമുക്ക് കിട്ടുന്ന ഒരു പനി. അത് പാരസിറ്റമോൾ കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ആവി പിടിക്കുമ്പോഴോ മാറുന്നെന്ന് പറയുന്നില്ലേ? അത് നമ്മൾ രാഹുൽ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ വളരെ ഫ്രീക്വന്റ് ആയിട്ട് പനി വരികയും കുറെ ദിവസം നിൽക്കുകയും ചെയ്യണമെങ്കിൽ പനി വരുന്നത് എന്താണ് ഡോക്ടർ? എന്തെങ്കിലും ശരീരത്തിൽ എന്തെങ്കിലും പ്രോബ്ലം? അല്ല, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നു. അത് പനി ഡോക്യുമെന്റ് ചെയ്ത് വരുന്നെങ്കിൽ ഡോക്ടറെ കാണിച്ച് ബ്ലഡ് ടെസ്റ്റ്, ബ്ലഡ് കൗണ്ടുകൾ നോക്കണം, സ്മിയർ നോക്കണം, അങ്ങനെയുള്ള പരിശോധനകൾ. ചിലപ്പം മൈൽഡ് ഫോം ഓഫ് മലേറിയ ഒക്കെ അങ്ങനെ. പക്ഷേ രാഹുലിന് പറഞ്ഞു കേട്ടിട്ട് ജലദോഷമാണ് വരുന്നത്, ആവി പിടിക്കുമ്പോൾ മാറുന്നു എന്ന് പറയുന്നു അല്ലേ? അത് നോക്കാം നമുക്ക്. അല്ലെ, എനിക്കൊന്നും വലിയൊരു സീരിയസ് അസുഖമായിട്ട് തോന്നുന്നില്ല. എങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് ഒരു പ്രാഥമിക പരിശോധനകൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. നമുക്കൊരു ഇടവേളയുണ്ട്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം.
വരികയായെങ്കിൽ എന്നും പൗർണമി വിടർന്നേനെ. വരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു. സാമൂഹ്യ പാഠത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ അതിഥി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ എസ് ശ്രീനാഥാണ്. നമ്മൾ പറഞ്ഞു വന്നത് ഈ ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങളാണ്, രോഗലക്ഷണങ്ങളെ കുറിച്ചാണ്. അപ്പം ഇതിൽ ഡെങ്കിപ്പനിന് ഇപ്പം കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആ പനിയുടെ ലക്ഷണങ്ങളിലും രോഗിക്കുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് എല്ലാം ഒരു വളരെ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട്. അതാണ് കാരണം പനി വന്ന് വളരെ ശക്തമായ പനിയായിരിക്കാം, അത് ശരിക്കും ബോൺ ബ്രേക്കിംഗ് പെയിൻ എന്നാണ് വിളിക്കുന്നത് തന്നെ. അത് കഴിഞ്ഞിട്ട് ശരീരത്തിൽ നിർജ്ജലീകരണം വളരെ ശക്തമായി ഉണ്ടാകുന്നു. ഇപ്പോഴേറ്റവും കൂടുതൽ രോഗികൾ പേടിക്കുന്നത് കൗണ്ട് കുറഞ്ഞു എന്ന് തന്നെയാണ്. രോഗി വന്ന് പറയുന്നത് തന്നെ പനിയെന്നോ ബാക്കി രോഗലക്ഷണങ്ങളെക്കുറിച്ചൊന്നുമല്ല, സാറേ എനിക്ക് കൗണ്ട് കുറവാണെന്നാണ് പറയുന്നത്. അപ്പം അതേക്കുറിച്ച് അത്ര ഒരു വളരെ പാനിക്കാവേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിന് ഡെങ്കിപ്പനിയിൽ കൗണ്ട് കുറയുന്നു, അത് ബ്ലഡിനകത്ത് കുറേ ടോട്ടൽ കൗണ്ട് കുറയും, അങ്ങനെ കുറേ ചേഞ്ചുകളുണ്ടാകും. പക്ഷേ ഈ കൗണ്ട് കുറയുന്നത് കൊണ്ട് മാത്രമല്ല ഈ ഡെങ്കിപ്പനിയിൽ ബ്ലീഡിങ് ഉണ്ടാകുന്നത്. അതിനകത്ത് കരളിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കാം, അതായത് ഈ പ്ലേറ്റ്ലെറ്റിൻ്റെ ഫംഗ്ഷനെ തന്നെ ബാധിക്കാം, അതിനെ വേറെ കൊയാഗുലേഷൻ പാറ്റേണിനെ ബാധിക്കാം, അങ്ങനെ എല്ലാം ബ്ലീഡിങ് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നമുക്കിത് ഈ കൗണ്ടിനെ മാത്രമല്ല നമ്മൾ ചികിത്സിക്കുന്നത്, അതല്ലാതെ തന്നെ നമ്മൾ ഈ ഈ രക്തക്കുഴലുകളിൽ നിന്ന് രക്തം പുറത്തേക്ക് പോകുന്നത് കാപ്പിലറി ലീക്ക് സിൻഡ്രോം എന്നൊരു പ്രോബ്ലം ഉണ്ടാവാം. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ട്രെഡഡ് കോംപ്ലിക്കേഷൻ ശ്വാസകോശത്തിലുണ്ടാകുന്ന ARDS എന്നൊരു സംഭവമാണ്. അപ്പം അത് ശ്വാസമുട്ടലായിട്ട് വരാം, ബ്ലീഡിങ് ഉണ്ടാവാം. വളരെ വളരെ സീരിയസ് ആയതും രോഗികൾ വളരെ ഒരിക്കലും പറയാത്തൊരു കാരണം മലത്തിൽ കൂടി രക്തം പോവുക, അല്ലെങ്കിൽ മലം കറുപ്പായി പോവുക എന്നുള്ളത് പലപ്പോഴും രോഗി പറയാറില്ല. എല്ലാ ഡോക്ടർമാരും ചോദിക്കേണ്ട, അതായത് പനിയായിട്ട് വരുന്ന എല്ലാ രോഗിയെ കണ്ടാൽ വലിയ കുഴപ്പമൊന്നും കാണില്ല, വളരെ നോർമലായിട്ടിരിക്കുകയും, പക്ഷേ ചോദിക്കുമ്പോൾ മലത്തിൽ കൂടെ കറുത്തോ പോകുന്നു അല്ലെങ്കിൽ മലം കറുപ്പായിട്ട് പോകുന്നു, അത് വളരെ സീരിയസ് ആയ ഒരു രോഗലക്ഷണമാണ്. ബ്ലീഡിംഗ് ആണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഡെങ്കി ഇപ്പോഴേ പുതുതായിട്ട് ഡെങ്കി വൈറസ് ഹൃദയത്തെ ബാധിക്കുന്നതായിട്ടാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. വിശദാംശങ്ങളിലേക്ക് വരാം. ഒരു കോൾ കൂടിയുണ്ട്. ഹലോ ഹലോ ഹലോ, പേരെന്താണ്? അനിൽകുമാർ. അനിൽകുമാർ എവിടുന്ന് വിളിക്കുന്നു? ഹലോ ഹലോ, ഇത് അനിൽകുമാറാണ്. എവിടുന്ന് വിളിക്കുന്നു അനിൽകുമാർ? അനിൽകുമാർ. എവിടുന്നാ വിളിക്കുന്നേ? തലശ്ശേരി. ചോദിച്ചോളൂ. സാറേ, ഇത് പഴയ കാലത്ത് പനിയൊക്കെ വന്നാല് ചുക്ക് കാപ്പി കുടിച്ചാല് ഇത് പനി മാറാറുണ്ടല്ലോ. പക്ഷെ ഇപ്പം ഡോക്ടർ പറഞ്ഞ് അത് പഴയ കാലത്ത് ചുക്ക് കാപ്പി കുടിച്ചാൽ മാറുന്ന മാതിരിയല്ല, ഇപ്പൊ പനി വന്നാല് ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ചുക്ക് കാപ്പി കൊണ്ട് മാറുന്ന പനി കൊണ്ട് വേറെ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ടോ? അല്ല, എല്ലാ പനിയും ഒരേ കണക്കല്ലല്ലോ അനിലേ. പലതരം പനികളുണ്ട്, മനസ്സിലായില്ലേ? ഇപ്പൊ അപ്പൊ ഇതിനകത്ത് പ്രശ്നം എന്ന് വെച്ചാൽ മുൻപ് പലതരം വൈറസുകൾ പനി ഉണ്ടാക്കിയിരുന്നു. ഈ വൈറസുകൾക്കെല്ലാം പലതരം ജനിതക മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതായത് ഈ രോഗലക്ഷണങ്ങളിലും രോഗത്തിന്റെ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നില്ല, അതെല്ലാം നമുക്ക് ഇപ്പോൾ ശാസ്ത്രീയമായി തെളിയിക്കാനും അതൊക്കെ കണ്ടുപിടിക്കാനും പറ്റുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ പഴയ വൈറസുകളിൽ തന്നെ കാരണം മുമ്പ് ഞാനൊക്കെ പഠിക്കുമ്പോൾ ഡെങ്കി ഫീവർ എന്ന് പറയുന്ന സംഭവം ഇല്ലായിരുന്നു, വളരെ ചുരുക്കമായിട്ടേ കാണാറുള്ളൂ. ഇപ്പോൾ ഡെങ്കി ഫീവർ വരികയും ഇത്രയും പേരെ ബാധിക്കുകയും അത് മരണം വരെ സംഭവിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ എലിപ്പനി എന്ന് പറയുന്ന സംഭവം, അത് പക്ഷേ ഈ വൈറസുകൾക്കും ലെപ്റ്റോസ്പൈറയ്ക്കും പെറ്റുപെരുകാനും അത് വളരെ ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസായിട്ട് മാറ്റാൻ പറ്റിയ ഒരു അവസ്ഥ സംജാതമായത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത്. അല്ല സാറേ, ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ നമ്മൾ പനി വന്നിട്ട് ചുക്കാതെ കുറിച്ച് മാറിയിട്ട് നമ്മളിപ്പോ പിന്നെ ഡോക്ടറെ കാണേണ്ട ആവശ്യം വരുമോ? മാറിയെങ്കിൽ പിന്നെ കാണണ്ട. എല്ലാ ഡോക്ടറെ അതിനെക്കൊണ്ട് വേറെ എന്തെങ്കിലും അസുഖം വരാൻ സാധ്യതയുണ്ടോ ഡോക്ടർ ഇപ്പം പറഞ്ഞു വെച്ചാൽ മാറ്റം വന്നു? അല്ല അനിലേ, അത് ഓരോ പനിയും ഓരോ രീതിയിലാണ്. അപ്പൊ അതൊരു ഡോക്ടറെ കാണുമ്പോൾ പറയും ഇത് കുഴപ്പമില്ല, ഒന്നും കഴിക്കണ്ട എന്ന് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. ഡോക്ടറിനെ നോക്കി ചിലപ്പോൾ ഇങ്ങനെയൊക്കെ മാറി എന്ന് പറയുന്ന പനിക്ക് തന്നെയും ചിലപ്പോൾ പനി മാറിയാൽ പോലും വേറെ കുഴപ്പങ്ങൾ കാണാം. അത് ഡോക്ടർ നോക്കിയാൽ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഹൃദയത്തെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം പലപ്പോഴും രോഗി പോലും അറിയത്തില്ല, രോഗലക്ഷണങ്ങൾ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, വിളിച്ചതിന് നന്ദി. ഇപ്പോൾ പല ആൾക്കാർക്കുമുള്ള ഒരു വലിയ സംശയമാണിത്. ഇപ്പോൾ ഡെങ്കിപ്പനി വന്നു കഴിഞ്ഞാൽ ഒരു 3-4-5 ദിവസം കഴിഞ്ഞ് ഈ പനി മാറിയതായി തോന്നുകയും ഇവർ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡോക്ടറെ കാണാതെ പനി മാറിയല്ലോ എന്നുള്ള ധാരണയിൽ മറ്റ് ജോലികളിൽ പ്രവേശിക്കുകയും ചെയ്തു കഴിയുമ്പോൾ
വീണ്ടും രണ്ടാമതും പനി വരികയും അത് രൂക്ഷമാവുകയും മരണത്തിൽ കലാശിക്കുകയും ചെയ്യുന്ന തരത്തിൽ ഒട്ടേറെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ പനി ശരിയായ രീതിയിൽ രോഗനിർണയം നടത്താതെ ചുക്കുകാപ്പി കുടിച്ചോ അല്ലെങ്കിൽ സ്വയം ചികിത്സിച്ചോ ഒക്കെ പനി മാറി പനി രണ്ടാം ഘട്ടത്തിലേക്ക് കൂടുതൽ മൂർച്ഛിച്ചാൽ അതിൻ്റെ ഫലം എന്തായിരിക്കും? അല്ല, ഇതിനകത്ത് പല ഇപ്പോൾ എലിപ്പനിയിലായാലും ഡെങ്കിപ്പനിയിലായാലും ബൈഫേസിക് ഫീവർ ആയിട്ടാണ് പ്രധാനമായിട്ടും കാണുന്നത്. എന്നിട്ട് ആദ്യം ഭയങ്കര പനി വരും, അതൊക്കെ മാറും. അത് കഴിഞ്ഞിട്ട് 2-3 ദിവസം കുറച്ച് ഒരു പനി ഇല്ലാത്തൊരു പനി കുറയുന്നൊരവസ്ഥ വരും. നമ്മൾ വിചാരിക്കും പനിയൊക്കെ മാറിയെന്ന് വരെയും നമുക്ക് പാരസിറ്റമോളൊക്കെ കഴിക്കും. അടുത്ത ഒരു സ്പൈക്കിൽ, അതായത് സെക്കൻഡ് ഫേസിലാണ് നമുക്ക് വളരെ ഹൈ ഗ്രേഡ് ഫീവർ, പിന്നെ ദേഹം വേദന, റാഷൊക്കെ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഒരു പനിയുടെ ഒരു 7 തൊട്ട് 10 ദിവസം വരെ കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് മാറും. പക്ഷേ ഇപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് BP കുറവായ ആൾക്കാർ, ഹൃദയത്തിനെ ബാധിച്ച ആൾക്കാർ, കരളിനെ ബാധിച്ച, തലച്ചോറിനെ ബാധിച്ച, മസിലിനെ ബാധിച്ച ആൾക്കാർ, ഇവരൊക്കെ ആവശ്യമായ പിന്നെ റെസ്റ്റ് എടുക്കേണ്ടത് ആവശ്യമുണ്ട്. ആവശ്യത്തിന് വെള്ളം കുടിക്കണം. പലപ്പോഴും ഈ ഡെങ്കി പിടിച്ച ആൾക്കാർക്കാണ് നമ്മൾ ഒരു പ്രധാനപ്പെട്ട പരിശോധനയാണ് BP എടുക്കുന്നത്. BP ഹൈപ്പോടെൻഷൻ, BP കുറഞ്ഞിരിക്കുന്ന അവസ്ഥ വരുന്ന ആൾക്കാരെ വളരെ കെയർഫുള്ളായിട്ട്, കാരണം അതൊരു കാപ്പിലറി ലീക്ക് എന്ന് പറയുന്ന ഒരു കോംപ്ലിക്കേഷൻ്റെ ഒരു ഭാഗമായിട്ടാണ്. അപ്പോൾ അവർക്ക് BP കറക്റ്റ് ചെയ്യാൻ ആദ്യം ഡ്രിപ്പായിട്ട് തന്നെ ഫ്ലൂയിഡ് കൊടുക്കാറുണ്ട്. പക്ഷേ BP കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ശരിക്കുള്ള റെസ്റ്റും ശരിക്കുള്ള രീതിയിലുള്ള വെള്ളവും ശരീരത്തിന് ആവശ്യമാണ്. അതുതന്നെ ബാക്കി ലവണങ്ങളും ആവശ്യമാണ്. അപ്പം അല്ലാതെ നമ്മൾ ഈ ഒരു കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല എന്ന് തീർച്ചപ്പെടുത്തിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. കാരണം ഹൃദയത്തെ ബാധിക്കുന്നതൊക്കെ ഇപ്പോൾ കണ്ടുവരുന്നത് എല്ലാം പുതുതായിട്ട് കണ്ടുവരുന്ന കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് അത് ഡോക്ടറെ കണ്ട് ഇതൊന്നും ഇല്ല എന്ന് തീർച്ചപ്പെടുത്തിയിട്ട് വേണം നമുക്ക്. കാരണം ഒരു പനി കഴിഞ്ഞാലും അതിൻ്റെ ഒരു കൺവാലസൻ ഒരു ഫേസ് ഉണ്ട്, അതായത് ഒരു റിക്കവറി ഫേസ് ഉണ്ട്. ആ ഫേസിലും കോംപ്ലിക്കേഷൻസ് കാണുന്നുണ്ട്. അപ്പോൾ എപ്പോഴും അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു വലിയൊരു പോകുന്നില്ലായിരിക്കും നല്ലത്. ഈ ഡെങ്കിപ്പനി പിടിച്ചവരോട് ഡോക്ടറെ കാണുമ്പോൾ എപ്പോഴും പറയുന്ന കാര്യം, ഒന്ന്, നിങ്ങൾ പൂർണ്ണമായി വിശ്രമിക്കുക. 2, ശരിക്ക് വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ പാനീയങ്ങൾ, പലതരത്തിലുള്ള പാനീയങ്ങൾ കുടിക്കാൻ പറഞ്ഞു. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ പൂർണ്ണമായ വിശ്രമവും കൂടുതൽ പാനീയങ്ങളും കുടിക്കാൻ പറയുന്നത്? ഡെങ്കിപ്പനിയുടെ വിശദാംശങ്ങളിലേക്ക് വരുന്ന ഒരു കോളുണ്ട്, നോക്കാം. ഹലോ. ഹലോ, പേരെന്താണ്? പേര് സിജു. സിജു എവിടെ നിന്ന് വിളിക്കുന്നു? കോങ്ങാട്, പാലക്കാട്. സിജു ചോദിച്ചോളൂ, ഡോക്ടറുണ്ട്, ചോദിച്ചോളൂ. സാർ. സിജു പറ. ഞാൻ എൻ്റെ മരുമകൾക്ക് വേണ്ടി ചോദിക്കുകയാണ്. അവൾക്ക് ഈ ശനിയാഴ്ച അവിടെ ഇങ്ങനെ അവളുടെ വീട്ടിൽ പോയപ്പോഴേ, ഞങ്ങളുടെ കൂടെയാണ് താമസിക്കുന്നത് കോങ്ങാട്. അവിടെ മുണ്ടൂര് ഞാൻ അവിടെ പോയ സമയത്ത് ഈ ഭക്ഷണം എന്തോ കഴിച്ച ശേഷം പിന്നെ വീട്ടിൽ ഞായറാഴ്ച വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് ഛർദിക്കുകയൊക്കെ ചെയ്തു. ഛർദിക്ക് പിന്നെ ശേഷം അവൾക്ക് കുറച്ച് പനി വന്നേ. ഭക്ഷണം കഴിച്ച് എപ്പോഴാണ് പനി വന്നത്? ഭക്ഷണം ഞാൻ ശനിയാഴ്ച അവിടെ പോയപ്പോ എന്തോ പൂള അങ്ങനെ എന്തൊക്കെ കപ്പ എന്തോ കഴിച്ചു കഴിഞ്ഞിട്ടേ, കപ്പ കഴിച്ചിട്ടേ. ഹലോ. പിന്നെ വന്നിട്ട് ഛർദി വീട്ടിൽ പിറ്റേ ദിവസം വന്നു കഴിഞ്ഞ സമയത്ത് ഛർദിക്കുകയും ചെയ്തു. പിന്നെ കുറച്ച് പനി ഉണ്ടായിരുന്നു. അപ്പൊ തിങ്കളാഴ്ച പിറ്റേ ദിവസമാണ് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയത്. ഇപ്പൊ തിങ്കളാഴ്ച ഹോമിയോ ഡോക്ടറെ അടുത്ത് ഹോമിയോ കാണിച്ചപ്പോ അവര് ഇങ്ങനെ വിവരങ്ങൾ പറഞ്ഞപ്പോ ഡെങ്കിയുടെ ആണോ അറിയില്ല. അപ്പൊ 3 ദിവസം മരുന്നൊക്കെ തന്നു, ഈ ഹോമിയോ ഗുളികയൊക്കെ തന്നു. അപ്പൊ അവർക്ക് മേലും കൈ വേദനയുണ്ട്, പിന്നെ ഇങ്ങനെ പനി, കുറേശ്ശെ പനിയുണ്ട്, ഇടയ്ക്ക് തലവേദന ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ 3 ദിവസം ഗുളിക കഴിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ അതിന്റെയൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ബ്ലഡ് കൗണ്ട് നോക്കാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പ്ലേറ്റ്ലെറ്റ് ഒക്കെ ഉണ്ട്, കുഴപ്പമില്ല, 1 ലക്ഷത്തിൽ കൂടുതലൊക്കെ ഉണ്ട്. പിന്നെ TCയും കുഴപ്പമില്ല എന്നൊക്കെയാണ് കാണിച്ചത്. വരാനുള്ള സാധ്യത പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അറിയാൻ വേണ്ടിട്ടായിരുന്നത് വൈറൽ ഫീവർ ആയിരിക്കും അവരങ്ങനെ പറഞ്ഞു. ലാബെന്നേ വയറുകയ്പൊക്കെ ഉണ്ട്. സിജോ, എനിക്കും കൂടെ ഒരു അവസരം എന്താ പറയാനായിട്ട്. സിജോ, ഇത് കപ്പ കഴിച്ചതിന് ശേഷം ഉണ്ടായ പനിയാണോ? കപ്പ അവിടെ പോയി കഴിച്ചു എന്നുള്ളത് ഒരു കാരണമാണ്. പിന്നെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. സിജോ, ചിലപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കില്ല. ചിലപ്പോൾ സാധാ വൈറസ് ഫീവർ വരുന്നതായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഫുഡ് പോയിസന്റെ ഭാഗമായിട്ടും ഇങ്ങനെ പനി വരാറുണ്ട്. ആഹാരത്തിൽ ഉണ്ടാവുന്ന കുഴപ്പങ്ങൾ കൊണ്ട്, ബാക്ടീരിയ കൊണ്ട്, ടോക്സിൻ കൊണ്ടുണ്ടാവും. എന്തായാലും ഡോക്ടറെ കണ്ടിട്ട് രക്തമൊക്കെ നോക്കിയിട്ട് വേറെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട കേട്ടോ. അതാരെ കാണിച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഹോമിയോ ആശുപത്രി കൊണ്ടുപോയി, തിങ്കളാഴ്ച കൊണ്ടുപോയി. അപ്പൊ അവിടെ കൊണ്ടുപോയപ്പോ അവരിങ്ങനെ വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോ 3 ദിവസത്തിന് മരുന്ന് കഴിക്കാൻ പറഞ്ഞു. ബ്ലഡ് കൗണ്ട് നോക്കാൻ പറഞ്ഞു. വിളിച്ചതിന് നന്ദി. വീണ്ടും ഡോക്ടറെ കണ്ട് ആവശ്യമായ ചികിത്സ തേടുക. പറഞ്ഞു വന്നത്, ഈ
ഇത്തരത്തിലുള്ള ഡെങ്കിപ്പനി വരുന്നവരോട് പൂർണ്ണമായി വിശ്രമിക്കുന്നതിനും കൂടുതൽ പാനീയങ്ങൾ കുടിക്കുന്നതിനും ഡോക്ടർമാർ ഉപദേശം നൽകുന്നത് എന്തുകൊണ്ട്? അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങളിൽ ഒന്നാണ് നമുക്ക് ശരീരത്തിലെ, അതായത് രക്തക്കുഴലിനുള്ളിലെ ജലാംശം നഷ്ടപ്പെടുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഹൈപ്പോടെൻഷൻ, ഷോക്കിലിട്ട് നമുക്കത് ഈ ഡെങ്കിപ്പനി തന്നെ പല രീതിയിലുണ്ടാവും. ഒരു സാധാരണ ഡെങ്കിപ്പനി ഉണ്ടാവാം, അതൊരു ഡെങ്കി ഹെമറേജിക് ഫീവർ ഉണ്ടാവാം, ഡെങ്കി ഷോക്ക് സിൻഡ്രോം ഉണ്ടാവാം. ഇപ്പം പുതിയ തരം എക്സ്റ്റൻഡ് ഡെങ്കി ഫീവർ, അതായത് ബാക്കിയുള്ള അവയവങ്ങളെയും കൂടെ ബാധിച്ച് മരണത്തിലോട്ട് എത്തിക്കുന്ന ഒരു അവസ്ഥയിലോട്ടും ഉണ്ടാവും. അപ്പോൾ ഇതിനകത്തൊക്കെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഹൈപ്പോടെൻഷൻ, അതായത് ശരീരത്തിലെ നിർജ്ജലീകരണം എന്നുള്ളത് തടയുക എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പനി വരുമ്പം തന്നെ ശരീരത്തിലെ ജലാംശം കുറച്ച് കുറയും. ഇതിനകത്ത് അങ്ങനെ കൂടുതലായിട്ട് കാണുന്നത്. അതുകൊണ്ടാണ് ഈ ഡെങ്കിപ്പനി ഉള്ളവർക്ക് ഹൈപ്പോടെൻഷൻ, ഷോക്കിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ IV ട്രിപ്പായിട്ട് തന്നെ അതിനൊരു കണക്ക് തന്നെയുണ്ട്. 20 ml/kg കൊടുത്ത് BP കറക്റ്റ് ചെയ്ത്, പക്ഷേ അത് നെക്സ്റ്റ് 48 hours ട്രിപ്പായിട്ട് തന്നെ കറക്റ്റ് ചെയ്ത് പോകുന്നത് അതുകൊണ്ടാണ്. അത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ പിന്നെ ഈ മിക്കവാറും ഡെങ്കിപ്പനി പിടിച്ചവർക്ക് ഭയങ്കര ഛർദിലായിരിക്കും. ആഹാരം ഒട്ടും കഴിക്കാൻ പറ്റത്തില്ല, ആഹാരം കഴിക്കാനുള്ള രുചിയില്ലായ്മ, ആഹാരത്തോടുള്ള വെറുപ്പ്, ഇതെല്ലാം വളരെ കോമൺ ആയിട്ട് കാണുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത് കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ വെള്ളം കുടിക്കുകയും ശരിയായ രീതിയിലുള്ള ആഹാരം വേണം, പച്ചക്കറികളും എല്ലാം ആഹാരം കഴിച്ച് റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് പല കോംപ്ലിക്കേഷൻസും ഒഴിവാക്കാനായിട്ട് ഇതുമൂലം പറ്റും. ഈ ഡെങ്കിപ്പനിക്ക് പല സ്റ്റേജുകളുണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ ഒരു ഘട്ടം, 2 ഘട്ടം, 3 ഘട്ടം, ഇപ്പം 4 ഘട്ടം വരെ ഈ ഡോക്ടർമാർ പലതരത്തിലുള്ള സങ്കീർണമായ പ്രശ്നങ്ങൾ രോഗികളിൽ നിരീക്ഷിച്ചു വരുന്നതായിട്ടാണ് റിപ്പോർട്ട്. അല്ല, അത് നമ്മൾ അതിനിപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടാക്കാം, ഡെങ്കി ഫീവർ ക്ലാസിക്കൽ ഡെങ്കി ഫീവർ ആയിട്ട് വരാം. വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് സാധാരണ ഒരു വൈറസ് ഫീവർ മാതിരി വന്ന് ചിലപ്പോൾ കൗണ്ട് ഒരു മിനിമൽ കുറഞ്ഞായിട്ട് വന്ന് നമുക്ക് തനിയെ മാറുന്നതാണ്. യാതൊരു മരുന്നുകളുടെ ആവശ്യമില്ല. പിന്നെ ഡെങ്കി ഫീവർ ഡെങ്കി ഹെമറേജിക് ഫീവർ എന്നുണ്ട്. അതിനകത്താണ് ബ്ലീഡിംഗ് ആയിട്ട് വരുന്നത്. പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞത് പിന്നെ ഈ മലത്തിൽ കൂടെ രക്തം പോകുക, മൂക്കിൽ കൂടെ രക്തം വരിക, തൊലിപ്പുറത്ത് രക്തം വരിക. മുമ്പൊക്കെ നമ്മളൊരു ടൂണിക്കറ്റ് ടെസ്റ്റൊക്കെ ഇപ്പോൾ അതിൻ്റെ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ബ്ലീഡിങ് മാനിഫെസ്റ്റേഷൻ ആയിട്ട്. അപ്പോൾ ഇവരുടെ എല്ലാം പിന്നെ ഒന്ന് കാണുന്നത് ഇവർക്കെല്ലാം മറ്റേ ശ്വാസകോശത്തിന് പുറത്ത് വെള്ളം കെട്ടിനിൽക്കുക, വയറ്റിനകത്ത് വെള്ളം, അസൈറ്റിസ് ഉണ്ടാവുക, അങ്ങനെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവുക. ഇതിനകത്തല്ല, സീറോസൽ ഇൻവോൾവ്മെൻറ്റ് വരാം. പിന്നെ 3ാമത്തെ തരമാണ് ഈ ഡെങ്കി ഷോക്ക് സിൻഡ്രോം, അല്ലെങ്കിൽ എക്സ്റ്റൻഡഡ് ഡെങ്കി സിൻഡ്രോം എന്ന് പറയുന്നത് 4ാമത്തെ തരവും വരുന്നത്. ഇതെല്ലാം പ്രശ്നം വെച്ചാൽ ഇപ്പം 4 തരം ഡെങ്കി വൈറസാണ് കേരളത്തിൽ പൊതുവേ ഉള്ളത്. ഇപ്പോൾ ഒരു 5ാമത്തെ തരം ഉണ്ടോ എന്നൊരു കാര്യത്തിലൊരു സ്റ്റഡി നടത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഒരു തരം വന്നു കഴിഞ്ഞാൽ അതിന് മിക്കവാറും ഒരു ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി രോഗിക്ക് കിട്ടും. പക്ഷെ വേറൊരു അടുത്ത തരം വൈറസ് ഈ രോഗിയുടെ ശരീരത്തിൽ കയറാനിടയായാൽ അത് നേരത്തെ ഉണ്ടായതിൻ്റെ പ്രതിപ്രവർത്തനമായിട്ട് ഷോക്കിലോട്ട് പോകുക, അതായത് BP കുറഞ്ഞ് രോഗിക്ക് മരണം വരെ സംഭവിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായിരിക്കണം. ഇപ്രാവശ്യം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് രോഗലക്ഷണങ്ങളിലും കോംപ്ലിക്കേഷൻസിലും കൂടുതലായിട്ട് കാണുകയും മരണം കൂടുതൽ സംഭവിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കാം. അപ്പം അതുകൊണ്ട് പ്രധാനമായിട്ടും കൊതുകടിയിൽ നിന്ന് ഇത് ഒഴിവാക്കുക, അതിനുള്ള എല്ലാ പ്രൊട്ടക്ഷനും നേരിടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾക്കെല്ലാം മുൻപ് കൊതുക് അടിച്ച് ഡെങ്കിപ്പനി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് 2ാമതും 3ാമതും കൊതുക് അടിച്ച് ഡെങ്കിപ്പനി വരികയാണെങ്കിൽ നമുക്ക് കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് എൻ്റെ ഏറ്റവും പേടിപ്പെടുത്തുന്ന കാര്യം. നമുക്കൊരു കോൾ കൂടി ഉണ്ട്, നോക്കാം. ഹലോ 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 ഹലോ, കേൾക്കാമോ? ഹലോ, പേര് പറയാമോ? കേൾക്കാൻ പറ്റുന്നില്ല. പേര് പറയാമോ? ദേവിക, കായംകുളം. ദേവിക, ചോദിച്ചോളൂ, ഡോക്ടറുണ്ട്, ചോദിച്ചോളൂ. ഹലോ ദേവിക, പറയൂ. ദേവിക, കായംകുളം. പറഞ്ഞോളൂ. ഡോക്ടറെ, ഭർത്താവിന് എന്താ പറ്റി? രാത്രിയിലാണെങ്കിൽ ചൂട് കൂടുകയും മരുന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. മരുന്ന് കഴിച്ചു കഴിഞ്ഞിട്ടും കുറവില്ല. എത്ര ദിവസമായി പനി തുടങ്ങിയിട്ട്? ഹലോ, എത്ര ദിവസമായി ദേവിക പനി തുടങ്ങിയിട്ട്? മരുന്ന് കഴിച്ചോണ്ടിരിക്കുക. അവന് കുറഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും പനി ഉണ്ടാവുക, ശ്വാസം മുട്ടൽ പോലൊക്കെ ഉണ്ടാകുന്നുണ്ട്. അല്ല, എത്ര ദിവസമായി തുടങ്ങിയിട്ട്? ഹലോ, കേൾക്കുന്നുണ്ടോ? പനി തുടങ്ങിയിട്ട് എത്ര ദിവസമായെന്ന്? അതിപ്പോ ഒരാഴ്ച കഴിഞ്ഞും പനി ഉണ്ടായിട്ട്, പിന്നെ വീണ്ടും രാത്രിയില് കേൾക്കുന്നുണ്ട്. രാത്രിയാകുമ്പോൾ ചൂട് കൂടുന്നുണ്ട്.
അല്ല, ഒരാഴ്ചയായി പനി ഇപ്പോഴും ഉണ്ടോ? അത് ഇപ്പോഴും ചുമയുണ്ട്, നല്ല ചുമയുണ്ട് രാത്രിയില്. കഫം വരുന്നുണ്ടോ? കഫം കുറച്ചുണ്ട്, പിന്നെ മലമാണെങ്കിൽ മുറുകിയിട്ടുണ്ട് നല്ലപോലെ. അത് പനി വരുമ്പോൾ നമുക്ക് ജലാംശം കുറയുമ്പോഴത്തേക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാം, മലബന്ധം ഉണ്ടാവാം. പക്ഷെ നമ്മുടെ പ്രശ്നമൊന്നുമില്ല. ഒരാഴ്ചയായിട്ട് പനി ഉണ്ടായി ചുമച്ച് കഫം വരികയും ചെയ്താൽ അത് ശ്വാസകോശത്തിലെ ചെറിയ ഇൻഫെക്ഷൻ ആയിരിക്കും. ബ്രോങ്കൈറ്റ്സ് മുതൽ താഴോട്ടുള്ള ഇൻഫെക്ഷൻ ആവാം. അതെന്തായാലും ഡോക്ടറെ കണ്ട് ആന്റിബയോട്ടിക്കോ അത് വേണ്ട മരുന്നുകൾ കഴിക്കുക, അത് മാറും കേട്ടോ. ബ്ലഡിന്റെ പരിശോധനകളിലൂടെ അറിയാൻ പറ്റും അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണോ വൈറസ് ഇൻഫെക്ഷൻ ആണോ എന്ന് അറിയാൻ പറ്റും. അതുകൊണ്ട് പൂർണ്ണമായി മാറുന്നതാണ് കേട്ടോ. വിളിച്ചതിന് നന്ദി. നമുക്കിനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം. ചിത്രകാരൻ മഴവില്ലിൻ തൂലികയാലേ പാമരം പളുങ്ക് കൊണ്ട് ദാനം പകർന്നു ഭവാ. നമുക്കൊരു കോൾ ഉണ്ട്, നോക്കാം. ഹലോ ഹലോ ഹലോ, പേര് പറയാമോ? ഡോക്ടർ വിപിൻ. വിപിൻ എവിടെ നിന്ന് വിളിക്കുന്നു? തിരുവനന്തപുരത്ത് നിന്നാണ്. ചോദിച്ചോളൂ വിപിൻ, എന്താണ്? ഡോക്ടർ, ഈയിടെയായിട്ട് വാട്സാപ്പിൽ ഒരു ഫോർവേഡ് മെസ്സേജ് വരുന്നുണ്ട്. ഈ ഡെങ്കിപ്പനി ബാധിച്ചു കഴിഞ്ഞാൽ ഈ പ്ലേറ്റ്ലെറ്റിന്റെ കൗണ്ട് പെട്ടെന്ന് കൂടും, ഒരു ദിവസത്തിനുള്ളിൽ തന്നെ കൂടും. ഒരു ഡോക്ടർ എന്തോ അരുൺ രാജ് പുള്ളി എന്തോ ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു മെസ്സേജ് വരുന്നുണ്ട്. അല്ല, ഞാനും കണ്ടു അത്. പക്ഷെ അത് എന്താണെന്നോ ഏത് മരുന്നാണെന്നോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും പഠനം നടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ അതിന് ശാസ്ത്രീയമായ അടിത്തറ ഉണ്ടോ എന്നൊന്നും അറിയില്ല. അപ്പൊ ഈ പനി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. BSNL ടെലിഫോൺ എക്സ്ചേഞ്ച് തൃശ്ശൂർ റോഡ് എടപ്പാൾ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ വരാം. കാരണം ഇപ്പൊ നമ്മള് ഈ ഡെങ്കിപ്പനിയിൽ പ്ലേറ്റ്ലെറ്റ് കുറയുന്ന അതിനകത്ത് ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യം അതൊരു പനി തുടങ്ങി ഒരു 3-4 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഏറ്റവും കുറയും. അത് കഴിഞ്ഞ് തനിയെ തന്നെ ഇതങ്ങ് തനിയെ ശരിയായിക്കോളും. മരുന്ന് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും തന്നെ പലപ്പോഴും അതൊരു അപകടകരമായ നിലയിലേക്ക് താന്നാൽ മാത്രം പ്ലേറ്റ്ലെറ്റ് അടയ്ക്കേണ്ടി വരുന്നുള്ളൂ. അല്ലെങ്കിൽ പ്ലേറ്റിൽ കൗണ്ട് നോക്കിയിട്ടില്ല, ബ്ലീഡിംഗ് ഉണ്ടോ ഇല്ലോ എന്ന് നോക്കിയിട്ടാണ്. ചിലപ്പോൾ വലിയ കൗണ്ട് വെച്ചാൽ അപ്പോൾ ഇങ്ങനെയുള്ള അവകാശവാദങ്ങളായിട്ട് ഒത്തിരി പേര് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഫലിതാകരമായ കാര്യം എന്ന് വെച്ചാൽ ഇതൊന്നും കഴിച്ചില്ലെങ്കിലും 4-5 ദിവസം കഴിയുമ്പോഴത്തേ പ്ലേറ്റ്ലെറ്റ് കൂടും. അപ്പോൾ ഇനി മരുന്ന് കഴിച്ചത് കൊണ്ടാണെന്ന് രീതിയിലുള്ള ഒരു പ്രചരണം വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു വ്യാവസായിക വശങ്ങളും കൂടെയൊക്കെ കാണുമായിരിക്കാം. അതുകൊണ്ടായിരിക്കാം. അതിനുള്ള ശാസ്ത്രീയമായ ഒന്നും ഇതുവരെ തെളിഞ്ഞിട്ടില്ല. അപ്പോ ഇതേപോലെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും വേണ്ട. കാരണം ഇപ്പൊ ഇങ്ങനെ അല്ലല്ല, എന്തായാലും ഡോക്ടറെ കണ്ടിട്ട് ബാക്കി ചികിത്സാ രീതികളോ വേണ്ടത കാര്യങ്ങൾ നോക്കുക. ഓക്കെ, താങ്ക് യു ഡോക്ടർ. വിളിച്ചതിന് നന്ദി. ഇപ്പോൾ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ മറ്റൊരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഇത് പറഞ്ഞ ഡെങ്കിപ്പനി വന്നാൽ ആളുകൾ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന കാര്യം കൗണ്ടാണ്. അപ്പോൾ കൗണ്ട് കൂട്ടുന്നതിന് വേണ്ടി ചില പച്ചില മരുന്നുകൾ, ചില ചെടികളുടെ ചാറുകളൊക്കെ കുടിച്ചാൽ അത് ശരിയാകും എന്ന് പറയുകയും മാത്രമല്ല അതിൻ്റെയൊക്കെ ടാബ്ലറ്റുകൾ ഇപ്പോൾ യഥേഷ്ടം മെഡിക്കൽ സ്റ്റോറുകളിൽ വിൽക്കുവാനുമുണ്ട്. ഇതിനൊക്കെ എന്തെങ്കിലും ശാസ്ത്രീയമായ അടിത്തറയുണ്ടോ? നമ്മളിപ്പോൾ ഞാൻ കുറേ നാളുകളായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ദിവസവും ഏകദേശം ഒരു 200-300 രോഗികൾ പനി പിടിച്ച് വരുന്നുണ്ട്. അതിൽ തന്നെ ഒരു 50-60 ആൾക്കാരെ, ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ആൾക്കാരെ മെഡിക്കലിൽ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഇവർക്കെല്ലാം അഡ്മിറ്റ്. അപ്പോൾ ഇതിനകത്ത് മനസ്സിലായി ഈ പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നുള്ളത് ഡെങ്കിപ്പനിയുടെ ഒരു രോഗലക്ഷണങ്ങളിൽ ഒന്ന് മാത്രമാണ്. അത് പരിശോധനകളിലൂടെ കണ്ടുപിടിക്കുന്നതാണ്. പലപ്പോഴും ഈ പ്ലേറ്റ്ലെറ്റ് ടെസ്റ്റ് ചെയ്യുന്നത് പോലും തെറ്റായിട്ടാണ് വരുന്നത്.
പല ലാബിൽ നിന്ന് പല റിസൾട്ടുമായിട്ടാണ് വരുന്നത്. അതിനകത്ത് ഇപ്പോൾ പ്ലേറ്റ്ലെറ്റ് ടെസ്റ്റ് ചെയ്യാനായിട്ട് EDTA കുറച്ച് കൂടുതൽ ആഡ് ചെയ്താൽ, കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ അതിന് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറവായിട്ട് വരും. പക്ഷേ അതിനേക്കാളേറെ ഈ പ്ലേറ്റ്ലെറ്റ് കൗണ്ടിനെ കണ്ടിട്ടാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് നിങ്ങളുടെ കൗണ്ട് 20,000 ഉള്ളൂ, വേഗം മെഡിക്കൽ കോളേജിൽ പൊയ്ക്കോളൂ എന്നുള്ളതിനെ. അങ്ങനെ നമ്മൾ ആൾക്കാരെ ഭയചെയ്തിട്ടാകേണ്ട കാര്യമില്ല. നമ്മൾ നോക്കേണ്ടത് ഓരോ ഡോക്ടറും ഓരോ രോഗിയും വ്യക്തമായി തന്നെ നോക്കണം. പരിശോധനകളിലൂടെയാണ് രോഗിക്ക് ബ്ലീഡിംഗ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ, കൗണ്ടിനെയല്ല നമ്മൾ ചികിത്സിക്കേണ്ടതെന്നുള്ളതാണ്. കൗണ്ട് കണ്ടിട്ട് ആൾക്കാർ ഇത്ര ഭയചെയ്തിരാകേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് ഇപ്പം ഈ പല പല മരുന്നുകളും പിന്നെ ഇങ്ങനെ കൗണ്ട് കൂട്ടും എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജാപ്പിയിലും ഒക്കെ ഒരു സ്റ്റഡി വന്നിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ ആധികാരികതയെക്കുറിച്ച് പറയാറായിട്ടില്ല. ഇതിനകത്ത് ഏറ്റവും പ്രശ്നം ഇതൊരു ലോങ് ടേം അസുഖമൊന്നും അല്ല. അപ്പോൾ ഒരു കൂടിപ്പോയാൽ ഒരു 10 ദിവസത്തിനുള്ളിൽ പിന്നെ ചികിത്സിച്ചാലും ഇല്ലെങ്കിലും മിക്കവാറും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നോർമൽ ആവുന്നുണ്ട്. അല്ലാതെ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 30,000 കൗണ്ട് വന്നാൽ നമ്മളൊന്നും ചെയ്യുന്നില്ല. അടുത്ത ദിവസം 36,000 40,000 അങ്ങനെ ചെയ്യുകയാണ്. ഇത് കഴിച്ചാൽ കൂടുന്നോ എന്ന് തെളിയിക്കത്തക്ക ശാസ്ത്രീയമായ പഠനങ്ങളൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ളതാണൊരു വസ്തുത. ഇപ്പോൾ ഈ ഡെങ്കിപ്പനി പോലെ തന്നെ ആളുകളെ വളരെയധികം വിഷമിപ്പിക്കുന്ന മറ്റൊരു രോഗമാണ് എലിപ്പനി. ഇപ്പോൾ ഡെങ്കിപ്പനിക്ക് തുല്യമായോ അല്ലെങ്കിൽ അതിനോട് ഏറ്റവും അടുത്ത് തന്നെ ആളുകൾ എലിപ്പനിയുമായി ഇപ്പം ആശുപത്രികളിൽ എത്തുന്നുണ്ട്. അപ്പോൾ ഈ എലിപ്പനി വരുന്നതിൻ്റെ കാരണം എന്താണ്, അതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അല്ല, ഇതെല്ലാം നമ്മൾ ആ ക്യാപ്ഷൻ തന്നെ എങ്ങനെയാണ്, മഴക്കാലം വരവായി പനിക്കാലം വരവായി, അതാ പറയുന്നത്. മഴക്കാലം കഴിഞ്ഞിട്ട് വരുന്ന പനികളിലതാണ് ഇത്. ഒന്ന് കൊതുക് മൂലമാണ് പകരുന്നെങ്കിൽ ഇത് എലിയിൽ നിന്നാണ് ഇതുണ്ടാകുന്നത്. നമ്മുടെ ഇവിടെയാണ് ഈ റാറ്റിസ് പന്നിയെലിയിൽ നിന്നുണ്ടാകുന്നത്. അതൊരു പ്രത്യേകതരം സ്പൈറോക്കിസ്. അതിൻ്റെ എലിയുടെ മൂത്രത്തിലൂടെ ഈ എലി പൊത്തിലാണ് ഇരിക്കുന്നത്. അപ്പം അപ്പോൾ ഈ വെള്ളം വന്ന് മഴക്കാലം കഴിഞ്ഞ് പൊത്തിലൂടെ അല്ലെങ്കിൽ പൊത്തിലെല്ലാം വെള്ളം കയറി നമ്മുടെ ശരീരത്തെ മുറിവുകളിലൂടെയും, പ്രത്യേകിച്ച് ഇത് ഒരു ഈ വയലിൽ ജോലി ചെയ്യുന്നവർ, ഓടകളിൽ വർക്ക് ചെയ്യുന്നവർ, മൃഗങ്ങളുമായിട്ട് കൂടുതൽ വരുന്നവർക്ക് അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ ഏകദേശം ഒരേ കണക്കാണ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ എലിപ്പനിയെ വളരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം അതിനകത്ത് വളരെ വില കുറഞ്ഞ ക്രിസ്റ്റലൈൻ പെൻസിലിൻ എന്ന് പറഞ്ഞ മരുന്ന് അല്ലെങ്കിൽ ഡോക്സിസൈക്ലിൻ എന്ന മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ 100% ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു അസുഖമാണ്. പക്ഷേ നമ്മളത് സ്വയം ചികിത്സ നടത്തുകയോ അല്ലെങ്കിൽ രോഗലക്ഷണങ്ങൾ മൂലം ചികിത്സ നിഷേധിക്കപ്പെടുകയോ താമസിക്കുകയോ ചെയ്താൽ ഡെങ്കിപ്പനി മരണകാരണമാകാം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഏറ്റവും പനി ജോയിന്റ് പെയിനേക്കാൾ, അതായത് സന്ധിവേദനയെക്കാളും പ്രധാനമായിട്ട് മസിൽ വേദനയാണ് കാണുന്നത്. അസഖ്യമായ മസിലിലെ വേദന. ഡെങ്കിപ്പനിക്ക് കൂടുതലായിട്ട് സന്ധികളിലെ വേദന, നടുവേദനയായിട്ട് കാണുന്നത്. ഇതിൽ ജോണ്ടിസ് കൂടുതലായിട്ട് കാണും ഈ എലിപ്പനിയിലായിട്ട്. അതാണ് പ്രധാനപ്പെട്ട. അതും ഒരു ബൈഫേസിക് 2 തരമായിട്ടാണ്. ആദ്യം ഒരു പനി വരും, കുറച്ച് മാറും, പിന്നെ വളരെ ശക്തമായി വരും. രണ്ടാമത്തെ ശക്തമായ പനിയിലാണ് അതായത് നമുക്ക് ഏറ്റവും കോംപ്ലിക്കേഷൻ അത് ഈ എലിപ്പനിയുടെ ഡെപ്റ്റോസ്പൈറ ഹൃദയത്തെ ബാധിക്കാം, കിഡ്നിയെ ബാധിച്ച് കിഡ്നി ഫെയിലർ ഉണ്ടാക്കാം, ഹൃദയത്തെ ബാധിച്ച് മയോകാർഡിറ്റിസ് ഉണ്ടായി മരണം സംഭവിക്കാം, തലച്ചോറിനെ ബാധിക്കാം. ഇപ്പോൾ ഇത് തലച്ചോറിനെ ബാധിച്ച് ന്യൂറോ ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയുന്നൊരു പ്രത്യേകതരം ഒരു വിഭാഗമായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് ശരീരത്തിലെ എല്ലാ അവയവങ്ങളെ ബാധിക്കാം. ബ്ലീഡിംഗ് ഉണ്ട്, അതിനകത്തും പ്ലേറ്റ്ലെറ്റ് കുറയാം, അത് കരളിനെ ശക്തമായി ബാധിക്കാം. അങ്ങനെ ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ ഹലോ, പേരെന്താണ്? പേര് മഞ്ജു. മഞ്ജു എവിടുന്ന് വിളിക്കുന്നു? മഞ്ജു നേമത്ത് നിന്നാണ് വിളിക്കണേ. ചോദിച്ചോളൂ മഞ്ജു. നമസ്കാരം ഡോക്ടർ. നമസ്കാരം മഞ്ജു. ഡോക്ടർ, എനിക്ക് ഡെങ്കിപ്പനി ആയിരുന്നു. ഞാൻ ജനറൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. മെനഞ്ഞാന്ന് ഡിസ്ചാർജ് ചെയ്തു. അപ്പോൾ അത് ഡെങ്കിപ്പനിയായിട്ട് ഞാനിവിടെ അടുത്ത് ശാന്തികുളം ഹോസ്പിറ്റലിൽ പോയിരുന്നു. 2 ദിവസം കഴിഞ്ഞ് 2 ദിവസം അവിടെ നോക്കിയായിരുന്നു. പാരസെറ്റമോൾ തന്നു, അത് കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ കൗണ്ട് കുറഞ്ഞു, 77 അപ്പം പിന്നെ അവിടെ കാണിച്ചപ്പോൾ അവിടുത്തെ ഒരു ഡോക്ടർ ടാബ്ലറ്റ് തന്നു, അത് കഴിച്ചാൽ കൗണ്ട് കൂടുമെന്ന് പറഞ്ഞിട്ട്. പനി മാറിയിട്ട് എത്ര ദിവസമായി? പനി ഇപ്പം മാറിയിട്ട് അവിടെ അഡ്മിറ്റ് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ പനി മാറി, പക്ഷെ കൗണ്ട് കുറഞ്ഞതുകൊണ്ടാണ് അവിടെ വീണ്ടും കിടന്നത്. ബ്ലീഡിംഗ് ആയിട്ട് വല്ലതും ഉണ്ടായിരുന്നോ? എന്തെങ്കിലും തരത്തിലുള്ള രക്തസ്രാവം ഉണ്ടായിരുന്നോ? രക്തസ്രാവമല്ല, ഇങ്ങനെ മലം കറുത്ത കളറില് കൊണ്ടിരുന്നു, ലൂസ് മോഷൻ ഉണ്ടായിരുന്നു, പിന്നെ ഛർദിലുണ്ടായിരുന്നു. അതെല്ലാം ഈ ഡെങ്കിപ്പനിയുടെ ഒരു ലക്ഷണങ്ങളാണ്. അപ്പൊ നമുക്ക് പ്ലേറ്റ്ലെറ്റ് തരിക വല്ലതും ചെയ്തോ? ഇല്ല, പ്ലേറ്റ്ലെറ്റ് തന്നില്ല. പിന്നെ അതിന് ഭയങ്കര ക്ഷീണം. പ്ലേറ്റ്ലെറ്റ് തന്നില്ല, ടാബ്ലറ്റ് കഴിച്ച് വെള്ളം കുടിക്കാൻ പറഞ്ഞു. ഇനിയിപ്പോ അതൊക്കെ മാറി 72,000 കൗണ്ട് ആയില്ലേ? ഇനി ഒന്നും പേടിക്കേണ്ട കാര്യമില്ല, തനിയെ അങ്ങ് കൂടിക്കോളും. പക്ഷെ നമ്മൾ എന്നാലും ഇടയ്ക്കൊന്ന് നോക്കണം.
ഡോക്ടർ ഒരു സംശയം കൂടെ, എനിക്ക് BP ഇതുവരെ ഇല്ല, അപ്പോഴും നല്ല BP ആയിരുന്നോണ്ട് ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്തു. അല്ല അതേക്കുറിച്ച് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റത്തില്ല. BP നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റെഗുലർ ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നോ? ഇല്ല, എനിക്ക് BP ഇല്ലായിരുന്നു. നോക്കിയിട്ടുണ്ടോ? പനിക്ക് മുമ്പ് നമ്മൾ നോക്കിയിട്ടുണ്ടോ? നോക്കിയിട്ടുണ്ട്. അപ്പോഴും അന്ന് പനിയുടെ അപ്പോഴും നോക്കിയായിരുന്നു. ഞാൻ ഇതുവരെയും BPയുടെ കഴിച്ചിട്ടില്ല. ഇപ്പൊ കണ്ടിന്യൂ ആയിട്ട് കഴിക്കണോ? അല്ല അത് ഇപ്പോഴും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അന്ന് ഡോക്ടർ നോക്കിയപ്പോ എത്ര BP ഉണ്ടായിരുന്നു? 170 ആയിരുന്നു. 170. എനിക്ക് തോന്നി ഡോക്ടറുടെ ആ സമയത്തുള്ള പിന്നെ ഒരു നിരീക്ഷണത്തിലായിരിക്കണം മരുന്ന് തന്നത്. അത് മരുന്ന് കഴിച്ചിട്ട് ഡോക്ടർ ഒന്നും കൂടെ കണ്ട് അതിന് BP തുടർച്ചയായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ നോക്കി. ചിലപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ശരീരത്തിൽ നിർജ്ജലീകരണം കൊണ്ട് BP ഇങ്ങനെ കൂടുതലാണ്, പ്രത്യേകിച്ച് സിസ്റ്റോളിക് BP കൂടുതലായിട്ട് കാണാറുണ്ട്. നമുക്ക് എത്ര വയസ്സായി? എനിക്ക് 51 വയസ്സായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ചുകൂടെ പ്രായ ആൾക്കാർ കാണാറുണ്ട്. പക്ഷെ അതെല്ലാം അങ്ങ് പൊതുവേ അങ്ങ് സാധാരണ നിലയിലാകുകയാണ് ചെയ്യുന്നത്. നമുക്ക് 50 വയസ്സൊക്കെ ആയി, 51 വയസ്സിലേക്ക് ആകുമ്പം നമുക്ക് സാധാരണ നിലയിൽ തന്നെ ഇതിന്റെ BP, പ്രഷർ, ഹൈപ്പർ ടെൻഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ഡോക്ടറെ തന്നെ കണ്ട് BP നോക്കി അതിന്റെ മരുന്നിന്റെ ഡോസും അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നോക്കണം. അതേക്കുറിച്ച് ഇപ്പൊ നമുക്കൊരു അഭിപ്രായം പറയാൻ നമുക്ക് പറ്റത്തില്ല. വിളിച്ചതിന് നന്ദി. നമുക്കൊരു ഇടവേളയും കൂടിയുണ്ട്. ഇടവേള കഴിഞ്ഞ് മടങ്ങി വരാം. കൃഷിദർശൻ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:30, വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:05. വീണ്ടും സ്വാഗതം. ഇപ്പോൾ ഈ എലിപ്പനിയുടെ സങ്കീർണതകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. അതിന് മുമ്പ് നമുക്കൊരു കോളും കൂടി ഉണ്ട്, നോക്കാം. ഹലോ. നമസ്കാരം. നമസ്കാരം. പേരെന്താണ്? നന്ദകുമാർ. നന്ദകുമാർ എവിടെ നിന്ന് വിളിക്കുന്നു? ഞാൻ കൊല്ലത്തുനിന്ന് വിളിക്കാം സാറേ. കൊല്ലത്തുനിന്ന് വിളിക്കുന്നു. നേരത്തെ ഒരു മലേറിയ വന്നായിരുന്നു 6 മാസത്തിന് മുമ്പ്. കഴിഞ്ഞ ആഴ്ച ഒരു ഫീവർ പോലെ വന്നു. കിളിങ്ങളൊക്കെ ഇവിടെ കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലായിരുന്നു. അത് ഡിസ്ചാർജ് ആയി. അന്നേരം ഈ പ്ലേറ്റ്ലേറ്റ് കൗണ്ടിങ് കുറഞ്ഞ് പിന്നെ പെയിൻ ഉണ്ടായിരുന്നു സാറേ. ഈ മുട്ടിലും ഈ നടുവിനൊക്കെ പെയിൻ ഉണ്ടായിരുന്നു, ബാക്ക് പെയിൻ ഉണ്ട്. എല്ലാം മാറിയോ? ഇപ്പം മാറി, പക്ഷെ എങ്കിലും നല്ല ക്ഷീണമുണ്ട് സാറേ. നമ്മളൊരു പനി കഴിഞ്ഞാല് ഇതിന്റെ ഒരു വളരെ ക്ഷീണമാണ് ഇതിന്റെ ഒരു പ്രധാന ലക്ഷണം. അപ്പൊ നമ്മൾ നല്ല ആഹാരം, വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. കൗണ്ട് എല്ലാം അങ്ങ് നോർമലാവും. പിന്നെ ഇത് പ്ലേറ്റ്ലേറ്റ് കൗണ്ട് ഇന്നലെ ടെസ്റ്റ് ചെയ്തപ്പോൾ സാറേ 1.4 വന്നു. മതി, സമാധാനമായിരിക്കുക. പിന്നെ മാതളം കഴിക്കുന്നുണ്ട് സാറേ, പിന്നെ പപ്പായ കഴിക്കുന്നുണ്ട്. എല്ലാം കഴിക്കുക, കിട്ടുന്നെല്ലാം കഴിക്കുക. അല്ല മറ്റു കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല, പേടിക്കണ്ട. ക്ഷീണം സാറേ, നല്ല ക്ഷീണം കാണും. അത് നമ്മൾ ഏറ്റവും നല്ല വെള്ളം കുടിക്കുക, കരിക്കും വെള്ളം, ഇങ്ങനെയുള്ള എല്ലാം കഴിക്കുക. അല്ല മറ്റു കുഴപ്പമൊന്നുമില്ലല്ലോ സാറേ. നോക്കാം. പിന്നെ ഈ തലവേദന ഉണ്ട് സാറേ, ഇടയ്ക്കിടയ്ക്ക് ഈ തലവേദന വരുന്നുണ്ട്. അത് പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണോ? ആണോ? അല്ലല്ലോ, പനി വരുന്നതിന് മുമ്പ് ഉണ്ടോ തലവേദന? അതിനു മുമ്പും വെൽഡിങ്ങിന്റെ വർക്കാ സാറേ എനിക്ക്. വെയിൽ കൊള്ളുന്നതിന്റെ അത് ചിലപ്പോ ഒരു മൈഗ്രെയിൻ എന്ന് പറഞ്ഞ ഒരു സംഭവം ഇതിന്റെ വരുന്നതായിരിക്കും. നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് തന്നെ, അതെനിക്ക് അത് എത്ര തുടർച്ചയായിട്ട് വരുന്നു എന്നൊക്കെ നോക്കി ഡോക്ടറെ കണ്ടിട്ട് മരുന്ന് കഴിക്കുന്ന നല്ലത്. കാരണം മൈഗ്രെയിൻ ഉണ്ടാക്കുന്ന കുറെ സംഭവങ്ങളുണ്ട്. വെയിൽ കൊള്ളുക, ആഹാരം കഴിക്കാതിരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ മാറ്റിവെച്ച് ചിലപ്പോൾ വളരെ ശക്തമായ രീതിയിൽ വരികയാണെങ്കിൽ മരുന്ന് കഴിച്ച് ഈ കൊടിഞ്ഞു വരുന്നതിന്റെ തടയാൻ പറ്റുന്നതാണ്. അതൊരു 10 വർഷത്തിന് മുമ്പ് വന്നേ സാറേ, അതിപ്പോ ഇല്ല. പക്ഷെ ഇപ്പൊ ഈ തലവേദന എന്ന് പറഞ്ഞപ്പോ ഈ പനി വന്നതിന് ശേഷം ഒരു ചെറുതായിട്ട് സാറേ പനിയൊക്കെ വരുമ്പോ അതൊക്കെ കൂടാൻ സാധ്യത. അപ്പൊ ഒരു ഡോക്ടറെ കണ്ടിട്ട് അതിന് മരുന്ന് കഴിക്കുക കേട്ടോ. നന്ദി. ഇപ്പോൾ ഈ എലിപ്പനിയുടെ സങ്കീർണതകളെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. അപ്പൊ എലിപ്പനി അത് നമുക്ക് ഞാൻ ഒന്നുകൂടെ ഊന്നി പറയുകയാണ്.
എലിപ്പനി പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. അപ്പോൾ അത് നേരത്തെ കണ്ടുപിടിക്കുക. അതിൻ്റെ രക്തപരിശോധനകളുടെ എലിപ്പനി ആണ് എന്ന് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. അത് നമ്മൾ രോഗിയെ പരിശോധിക്കുമ്പോൾ എലിപ്പനിയുടെ ലക്ഷണങ്ങളാണെങ്കിൽ CP, അതായത് നമ്മുടെ വളരെ പ്രാചീനമായ ഒരു മരുന്നാണ്. നമുക്ക് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഉള്ളതാണ് ക്രിസ്റ്റലൈൻ മെഡിസിൻ്റെ മരുന്ന്, അല്ലെങ്കിൽ ഡോക്സിസൈക്കിൾ. വളരെ ചീപ്പ് മെഡിസിനാണ്, കഴിച്ചാൽ മാറുന്നില്ല. പക്ഷേ എലിപ്പനിയെ പേടിക്കേണ്ടതുണ്ടോ? ഉണ്ട്. കാരണം അത് ഹൃദയത്തെ ബാധിച്ച് മയോകാർഡൈറ്റിസ് ഉണ്ടാക്കാം, രക്തസ്രാവം പല രീതിയിലുണ്ടാക്കാം, കിഡ്നിയെ ബാധിച്ച് കിഡ്നി ഫെയിലർ, പലപ്പോഴും ഡയാലിസിസ് വരെ വേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്താം, തലച്ചോറിനെ ബാധിക്കാം, ശ്വാസകോശത്തെ ബാധിച്ച് ARDS എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഈ വൈറസ് ഫീവറുകളെയും അല്ലെങ്കിൽ ഡെപ്പിനെ പേടിക്കുന്നത് എന്തിനാണ്? ഇതെല്ലാം നമുക്ക് ശ്വാസകോശത്തെ ബാധിച്ചു കഴിഞ്ഞാൽ ഒരു വൈറൽ ന്യൂമോണിയ ഉണ്ടാക്കാം, ലെപ്റ്റോസ്പൈറ ന്യൂമോണിയ ഉണ്ടാക്കാം, ഇപ്പോൾ സ്വൈൻ ഫ്ലൂ അതായത് H1N1 ന്യൂമോണിയ ഉണ്ടാക്കാം. ഇതെല്ലാം അവസാനിക്കുന്നത് ഒരു അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം. അതൊരു മാരകമായ കുഴപ്പമാണ്. ശ്വാസകോശത്തിലെ ഓക്സിജൻ ശരീരത്തിലോട്ട് കയറുന്ന ഒരു പ്രവർത്തനത്തെ അത് ബാധിക്കുകയും ഓക്സിജൻ കുറഞ്ഞ് ശ്വാസത്തിന് തടസ്സം നേരിട്ട് മരണം സംഭവിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലോട്ട് എത്താം. അപ്പോൾ നമുക്ക് എല്ലാ രോഗികളിലും നോക്കേണ്ടത് ഈ പ്ലേറ്റ്ലെറ്റിനെ മാത്രമല്ല, ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അതായത് കാപ്പിലറി ലീക്ക് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ ശ്വാസകോശത്തെ ബാധിച്ചിട്ടുണ്ടോ, ഹൃദയത്തെ ബാധിച്ചിട്ടുണ്ടോ. അപ്പോൾ ECG എടുത്ത് നോക്കണം. ഇപ്പോൾ പലപ്പോഴും കൂടുതലായി ഇപ്പം വളരെ സാധാരണമായി കാണുന്നത് നമ്മളെ പൾസ് റേറ്റിലെ കുറവാണ്. സാധാരണ പനി വരുമ്പോഴത്തേക്ക് ഹാർട്ട് റേറ്റും പൾസ് റേറ്റും ഒക്കെ കൂടണം. പക്ഷെ അതിന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഡെങ്കി പിടിച്ച ആൾക്കാരിലെ പൾസ് റേറ്റ് കുറവായിട്ട് കാണുന്നു. അത് ചിലപ്പോൾ ഈ വൈറസ് തന്നെ ഹൃദയത്തെ ബാധിച്ചതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. അതിനെ കുറിച്ച് പക്ഷേ നമ്മൾ ഈ പ്രോബ്ലം ഉണ്ടാ എന്ന് നമുക്ക് സംശയമുള്ള ആൾക്കാർക്ക് എക്കോകാർഡിയോഗ്രാം, ECG, ബാക്കിയുള്ള ട്രോപ്പ് എന്ന മുതലായുള്ള പരിശോധനകൾ ചെയ്ത് ഹൃദയത്തെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം കൺഫേം ചെയ്യേണ്ടതാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് കുറച്ച് കൂടുതൽ പരിചരണവും കൂടുതൽ റെസ്റ്റും അത് തിരിച്ചാവുന്നത് വരെയുള്ള ഒരു ചികിത്സാ രീതിയും തുടരേണ്ടതാണ് എന്നുള്ളതാണ് അഭിപ്രായം. അത് മറ്റൊരു തരത്തിലുള്ള പനി ഇപ്പോൾ പന്നിപ്പനി അല്ലെങ്കിൽ H1N1 ഇപ്പോൾ കേരളത്തിലെ അതും ഈ ഡെങ്കിയോടൊപ്പം തന്നെ അല്ലെങ്കിൽ എലിപ്പനിയോടൊപ്പം തന്നെ കൂടുതൽ കഴിഞ്ഞ കാലങ്ങളെക്കാൾ കൂടുതലായി കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? അതായത് നമുക്കിപ്പോൾ ഈ പനികളുടെ എല്ലാം ഇടയ്ക്ക് ഇപ്പം കുറേ പേര് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു OPയിൽ എല്ലാവരും പനിയായിട്ടാണ് വരുന്നത്. ഈ ഒരു ഡോക്ടറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം, അതായത് ശ്രമകരമായ ജോലി എന്ന് വെച്ചാൽ ഈ രോഗി വരുന്നതിനിടയ്ക്ക് ഇപ്പോൾ ഒരു പല ആശുപത്രി നോക്കുന്ന ആൾക്കാരിങ്ങനെ ക്യൂ നിൽക്കുന്നതാണ്. ഒരു രോഗി വന്നിരിക്കുമ്പോഴത്തേക്ക് ഒരു വളരെ കുറച്ച് സമയം കിട്ടത്തുള്ളൂ. ഒരു പനിയാണ് ഡോക്ടർ എന്ന് എല്ലാവർക്കും പനി, അല്ലെങ്കിൽ എല്ലാവരും കൗണ്ടെന്ന് കുറവായെന്ന് പറയുന്നു. അപ്പോൾ ഈ രോഗലക്ഷണങ്ങൾ ഏകദേശം എല്ലാം ഒരേ കണക്കാണ്. അതിൻ്റെ ഒരു പ്രധാന നമുക്ക് എല്ലാ രോഗലക്ഷണം ചോദിക്കാൻ പറ്റില്ല. H1N1 എന്ന് പറഞ്ഞാൽ അതൊരു സ്വൈൻ ഫ്ലൂ എന്ന് പറയുന്ന ഒരു വൈറസ് ബാധയാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എലിപ്പനിയോ നിന്നും അല്ലെങ്കിൽ ബാക്കിയുള്ളതിൽ നിന്ന് വ്യത്യാസം ഇത് ചുമയ്ക്കുമ്പോൾ ഡ്രോപ്ലെറ്റിലൂടെ പകരുന്നതാണ്. അതാണ് ഇതിനെ ഏറ്റവും പേടിപ്പിക്കുന്ന ഒരവസ്ഥ. അതായത് ഒരു ആൾക്ക് H1N1 വൈറസ് ബാധിച്ചാൽ അദ്ദേഹം ഒരാൾക്കാർ കൂടി നിൽക്കുന്നിടത്തുനിന്ന് ചുമച്ചാൽ ഈ വൈറസ് ഡ്രോപ്ലെറ്റിലൂടെ ബാക്കി എല്ലാ ആൾക്കാരിലെത്തി അവർക്കെല്ലാം വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സമ്മേളനം നടക്കുമ്പോൾ എയർപോർട്ട് അതൊക്കെയാണ്. അതുകൊണ്ടാണ് ഒരു സമയത്ത് ലോകത്തെ പല രാജ്യങ്ങളിൽ H1N1 പല വിമാനത്താവളങ്ങളിലും ഇത് കണ്ടുപിടിക്കാനും ചികിത്സിക്കാനും ഒക്കെയുള്ള ഒരു ശ്രമം നടന്നത്, തടയുക എന്നുള്ളത്. അത് രാജ്യാന്തരങ്ങളിലോട്ട് ഇത് പകരാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെ ലക്ഷണം ഒരു ജലദോഷം സാധാരണ വരുന്ന ഇതൊരു വൈറസ് ബാധ തന്നെയാണ്. സാധാരണ ജലദോഷം, തൊണ്ടവേദന, മസിൽ പെയിൻ, പിന്നെ വയറിളക്കം, ഇതൊക്കെ വരും. ഇതെല്ലാം മറ്റേ രോഗങ്ങളും. പക്ഷേ ഈ ഡെങ്കിപ്പനിയിൽ ഈ ജലദോഷം അങ്ങനെ മൂക്കൊലിപ്പ് വെള്ളം പോലെ ഇങ്ങനെ വരുന്ന അത്ര കോമൺ ആയിട്ട് കാണാറില്ല. സാധാരണ ഒരു ഭയങ്കര പനിയായിട്ട് അങ്ങ് വരുന്നത്. ഒരു അപ്പർ റെസ്പിറേറ്ററി സിംറ്റംസ്, അതാ പറഞ്ഞത്, തൊണ്ടവേദന, ചുമ ഒക്കെ ആയിട്ട് വരുന്നത്. നമുക്ക് എപ്പോഴും ഒരു സംശയം വരിക, ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ശരീരത്തിൽ ഇതുപോലെ തന്നെ എല്ലാ അവയവങ്ങളെയും ബാധിക്കാം. തലച്ചോറിനെ ബാധിക്കാം, ശ്വാസകോശത്തെ ബാധിക്കാം. വളരെ പേടിപ്പിക്കുന്ന ഒരു കോംപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഈ H1N1 വൈറസ് ശ്വാസകോശത്തെ ബാധിച്ച് ARDS വളരെ കോമൺ ആയിട്ട് കാണും. പ്രത്യേകിച്ച് ഇതിനെല്ലാം ഒരു പ്രത്യേകതരം ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, അതായത് ഹൈ റിസ്ക് ഗ്രൂപ്പ് എന്ന് പറയും, അവർക്കാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. അതായത് വളരെ യങ് ആയിട്ടുള്ള കുട്ടികൾ, ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി കുറവായ ഇമ്മ്യൂണിറ്റി കുറവായ ആൾക്കാർക്ക്, ഗർഭിണികളിൽ ബാക്കി അസുഖങ്ങൾ, അതായത് പഞ്ചസാരയുടെ അസുഖം, ഡയബറ്റിസ്, ഹൃദയത്തിന് സംബന്ധമായ അസുഖം, ബാക്കിയുള്ള കരളിനെ സംബന്ധിച്ച് CLD ഒക്കെ അങ്ങനെയുള്ളവർക്ക് ഈ വൈറസ് ബാധിച്ചു കഴിഞ്ഞാൽ
മരണം ഉണ്ടാവാനും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ്. ഇപ്പോൾ ഈ പനികൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ 2 തരം പനിയല്ല, പിന്നെ ചിക്കൻ ഗുനിയ അല്ലെ ചെള്ളുപനി, ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ പനികൾ പരത്തുന്നത് ഒന്നുകിൽ മൃഗങ്ങളാണ് അല്ലെങ്കിൽ എലിയോ കൊതുകുകളോ ആണ്. ഇപ്പോൾ മലയാളിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തി ശുചിത്വത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. 3 നേരം കുളിക്കും, അടക്കി തേച്ച വസ്ത്രമിടും. പക്ഷേ നമ്മുടെ പരിസര ശുചീകരണത്തിന് ഇന്ന് കൊടുക്കുന്ന പ്രാധാന്യം കൊടുത്താൽ ഈ മാരകമായ രോഗങ്ങളെ ചെറുക്കാൻ കഴിയുമോ? കഴിയും. കാരണം ഇതെല്ലാം നമുക്ക് തടയാൻ പറ്റുന്നത് എത്രമാത്രം തടയാൻ പറ്റും എന്നൊരു ചോദ്യമാണ്. പക്ഷെ അതിനേക്കാളേറെ നമ്മൾ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഓരോ പനി എടുത്ത് നോക്കി ഇത് എങ്ങനെയാണ് പകരുന്നത്. ഒന്നീ കൊതുക് വഴി പകരും, അല്ലെങ്കിൽ എലി വഴി പകരും. എലിയെ മൊത്തം നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് ഈ അസുഖങ്ങൾ വരുന്നത് തടയാനായിട്ട്, കാരണം അതിന് ഏറ്റവും ഉദാഹരണങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലുണ്ട്. പലയിടത്തും മരണനിരക്ക് കൂടുതലായിരുന്നത് ഇപ്രാവശ്യം കുറക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതെല്ലാം ഈ നമ്മുടെ സർക്കാർ തന്നെ വളരെ കർശനമായി നിഷ്കർഷിക്കുന്ന ഒരു സാധനമുണ്ട്, അതായത് ചവറ് നിർമ്മാർജ്ജനം. മനസ്സിലായല്ലേ? നമ്മളെല്ലാം ഇതിനെക്കുറിച്ച് പറയുന്നു. പക്ഷെ എത്രമാത്രം നമ്മൾ ഇതിന് ഓരോ വ്യക്തിയും മുന്നോട്ട് വരുന്നു, അത് അവരുടെ സ്വന്തം പുരയിടത്തിലെ ചവറ്. ഇപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. ഒരു കരിയില ഇങ്ങനെ കിടന്ന് അതിനകത്ത് വെള്ളം ഉണ്ടെങ്കിൽ പോലും ഈ ഏഡിസ് മോസ്കിറ്റോ ബ്രീഡ് ചെയ്യും അതിനകത്ത്. അപ്പോൾ ചിരട്ട അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ റബ്ബർ ടാപ്പിംഗ് ഉള്ളിടത്ത് അതിനകത്ത് റബ്ബർ കളക്ട് ചെയ്യാൻ പറ്റിയ ചിരട്ടയ്ക്കകത്ത് വെള്ളം നിൽക്കി, പ്രത്യേകിച്ച് മഴക്കാലം കഴിഞ്ഞ് വെയിൽ വരുന്ന സമയത്ത് നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യമാണ് കൊതുകിനും ബാക്കി എല്ലാത്തിനും വളരാനും പെരുകാനും ഉള്ളൊരവസ്ഥയാണിത്. മഴ കഴിഞ്ഞു, വെയിൽ വരുന്നു, അപ്പോൾ ഇത് ബ്രീഡ് ചെയ്യുന്ന വളരെ കൂടുതലായിട്ടാണ്. പിന്നെ ഈ മൊസ്കിറ്റോയുടെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ അത് ഒറേഷ്യസ് ഇതാണ്, പല പ്രാവശ്യം കടിക്കുകയും ഈ കൊതുകിൻ്റെ ശരീരത്തിലെ തന്നെ വൈറസ് ലോഡ് വളരെ കൂടുതലാണ്. അതുമൂലം ഇത് കടിക്കുന്ന ആൾക്കാർക്കെല്ലാം കുഴപ്പങ്ങളുണ്ടായാണ് വരുന്നത്. അതൊരു പിന്നെ അത് ആ രോഗികളിൽ നിന്ന് ബാക്കിയുള്ളവർക്കും കിട്ടുവാണ്. അപ്പം എനിക്കത് പരിസര ശുചീകരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ മലയാളികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതാണ്. ഇപ്പം നമുക്ക് പലപ്പോഴും കാണാറുണ്ട്, നമുക്ക് ഒരു വീട്ടിൽ ചവറുകൾ അത് നശിപ്പിക്കാനും ഒക്കെ സൗകര്യം ഉണ്ടെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് നടക്കാൻ പോകുമ്പോൾ റോഡിലെറിയുന്ന ഒരു അവസ്ഥ പലപ്പോഴും. ഈ ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്, രോഗികളെ ചികിത്സിക്കുന്ന എന്ന ഉത്തരവാദിത്വം നല്ലവണ്ണം നിർവഹിക്കുന്ന ആളാണ്. പക്ഷേ ഈ പനികളെ സംബന്ധിച്ചിടത്തോളം പനിക്ക് ചികിത്സ നൽകുന്നതിന് കാര്യഗൗരവമായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികളെ പോലെ തന്നെ ഈ പനി വരാതിരിക്കുന്നതിനുള്ള പരിപാടികൾക്ക് എത്രമാത്രം പ്രാധാന്യം നൽകുന്നുണ്ട്, നടപ്പാക്കുന്നുണ്ട്? അത് വേണം. കാരണം നമുക്ക് സർക്കാരിന് നിർദ്ദേശങ്ങൾ കൊടുക്കാം, അല്ലെങ്കിൽ ചവറ് നിർമ്മാർജ്ജനത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനേക്കാളേറെ ഓരോ വ്യക്തിയും നമ്മൾ മുന്നിട്ടിറങ്ങണം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. എൻ്റെ വീട് ആദ്യം നന്നാക്കുക. ഇപ്പം നമ്മുടെ സദാചാരം എന്ന് വെച്ചാൽ അപ്പുറത്തെ ആളുടെ ചവറ് നമ്മുടെ പുരയിടത്തിൽ വീണാൽ തീർന്നു, അവിടെയാണ്. അങ്ങനെയല്ല, നമുക്കതൊരു കോമൺ ആയിട്ട് ഇപ്പം അതിനൊരു മേജർ സിസ്റ്റം നിലവില്ലാത്തിടത്തോളം കാലം ഇങ്ങനെയുള്ള ചവറുകാർ നമ്മൾ എല്ലാ ദിവസവും എനിക്ക് തോന്നുന്നു വീടിന് പുറത്തിറങ്ങി നോക്കണം. പുറത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത്, പ്രത്യേകിച്ച് ചെടിച്ചട്ടികളിൽ നമ്മൾ ഈ ഓർക്കിഡൊക്കെ വളർത്തുന്ന കൊച്ചു കൊച്ചു പാത്രങ്ങളുണ്ട്, ഇതിനകത്തൊക്കെയാണ് നമ്മൾ കണ്ടുവരുന്നത്. അതെല്ലാം വെള്ളം കളയാൻ നോക്കണം. കൊതുക് വളരുന്ന ബ്രീഡിംഗ് ഏരിയാസ് ഉണ്ടെന്ന് നോക്കണം, അത് നോക്കണം. ചവറ് പുറത്ത് എറിയാതെ നോക്കണം, അതെല്ലാം നശിപ്പിക്കാനുള്ള സമയം നോക്കണം. വ്യക്തി ശുചീകരണത്തിലൂടെ, ശുചിത്വവും പരിസര ശുചീകരണത്തിലൂടെ മാത്രമേ ഇങ്ങനെയുള്ള അസുഖങ്ങളെ ചെറുക്കാനും നമുക്കത് നിർമ്മാർജ്ജനം ചെയ്യാനും പറ്റുകയുള്ളൂ. അതാണ് നമുക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതെ, പനി കണ്ട് പേടിക്കുകയല്ല വേണ്ടത്. പനി വരാതിരിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുവാനുള്ള ഉത്തരവാദിത്വവും നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. പരിസര ശുചീകരണം സർക്കാരിൻ്റെ മാത്രം ബാധ്യതയായി വിട്ടുകൊടുക്കേണ്ടതല്ല. വ്യക്തി ശുചിത്വം പോലെ തന്നെ പരിസര ശുചീകരണത്തിനും നാം ഓരോരുത്തരും വഹിക്കേണ്ട പങ്കിൻ്റെ പ്രാധാന്യമാണ് വളരെ വ്യക്തമായി ഡോക്ടർ ഇവിടെ പ്രതിപാദിച്ചത്. വളരെ വിശദമായി ഇവിടെ വരാനും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനും തയ്യാറായതിന് നന്ദി.